എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, നടിഗർ, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 11-നാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രജപുത്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. പ്രഭുവാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇന്ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാള വെർഷനും വന്നിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് നരിവേട്ട സിനിമ നേടിയെടുത്തത്. ടോവിനോ തോമസ്, സുരാജാണ് നരിവേട്ട സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആദിവാസികളുടെ കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. നരിവേട്ട സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 11-ന് സോണി ലീവിലാണ് നരിവേട്ട സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മിന്നൽ മുരളി സിനിമയ്ക്ക് കണക്ഷനുള്ള സിനിമയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയും നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് ഡിറ്റക്റ്റീവ് വിജിലനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു. ഈ വീക്ക് നെറ്റ്ഫ്ലിക്സിലാണ് ഉജ്ജ്വലൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സംശയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വിനയ് ഫോർട്ട്, ഷർഫുദ്ദീനാണ് സംശയം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് സംശയം മൂവി ഇപ്പോൾ വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മീസൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കാണ് സംശയം സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ലുക്മാൻ, വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് പെരുമാനി സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് പെരുമാനി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 20-ന് മുന്നേ പെരുമാനി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് അസ്ത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് അസ്ത്രം എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ കമ്മീസൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കാണ് അസ്ത്രം സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നോണ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഇന്ദ്രൻസാണ് നോണ സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ നോണ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗിന്നസ് പക്രു നായകന സിനിമയാണ് 916 കുഞ്ഞൂട്ടൻ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 10-ന് ആമസോണിലാണ് കുഞ്ഞൂട്ടൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് തങ്കമണി പറഞ്ഞു പോയത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും തങ്കമണി സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പിന്നീട് സിനിമയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം തങ്കമണി സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 20-ന് മുന്നേ തങ്കമണി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഒരു മാസത്തോളം ഗെറ്റ് സെറ്റ് ബേബി തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. അവരെ ഹോൾഡ് ചെയ്യുകയാണ്. ഇപ്പോഴിതാ ജൂലൈ മാസം 11-ന് ഗെറ്റ് സെറ്റ് ബേബി മനോരമ മാക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നടിഗർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് കാലത്തിന് ശേഷം നടിഗർ സിനിമ റിലീസിനൊരുങ്ങുകയാണ്. സൈനാപ്പിളെ കഴിഞ്ഞ ദിവസമാണ് കമ്മീസൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടത്. സൈനാപ്പിളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സിനിമ റിലീസാക്കുന്നത്. അതുകൊണ്ട് മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും നടിഗർ സിനിമ OTTയിൽ വരുന്നുണ്ട്. ടോവിനോ തോമസ് നായകനായ സിനിമയായിരുന്നു നടിഗർ. സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇറക്കിയ പൈസ പോലും നടിഗർ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജൂലൈ മാസം 11-ന് സൈനാപ്പിളയിലാണ് നടിഗർ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക ആരാധകർ കാത്തിരിക്കുകയാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് ബസൂക്ക സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. ഇപ്പോഴിതാ റിപ്പോർട്ടുകൾ പ്രകാരം
ജൂലൈ മാസം 10-ന് ബസൂക്ക സിനിമ C5-ൽ റിലീസാക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.